ഭൂട്ടാനിൽ നിന്ന് കാർ കടത്തിയ വിഷയവുമായി ബന്ധപ്പെട്ട് ആരോപണ നിഴലിലാണ് ദുൽഖർ സൽമാൻ, പൃഥ്വിരാജ്, ഒപ്പം തന്നെ അമിത് ചക്കാലക്കൽ, മമ്മൂട്ടിയുടെ ഉൾപ്പെടെ വീടുകളിൽ തെരച്ചിൽ നടന്നിരുന്നു. കസ്റ്റംസ് ആണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അന്വേഷിച്ചിരുന്നതെങ്കിൽ, റെയ്ഡ് നടത്തിയിരുന്നതെങ്കിൽ ഇപ്പോൾ കളത്തിൽ ഇഡി കൂടി ഇറങ്ങുന്നതാണ് നമ്മൾ കണ്ടത്. ദുൽഖർ സൽമാന്റെ, മമ്മൂട്ടിയുടെ, പൃഥ്വിരാജിന്റെ, അമിത് ചക്കാലക്കലിന്റെ വീടുകളിൽ ഇന്ന് ഇഡി റെയ്ഡ് നടത്തിയിരിക്കുകയാണ്, പരിശോധന നടത്തിയിരിക്കുകയാണ്. ഏതാണ്ട് 17 ഇടത്താണ് ഈ പരിശോധന ഇന്ന് നടന്നത്. ഫെമ നിയമ ലംഘനങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നത് ചൂണ്ടിക്കാട്ടിയാണ് ഈ സംഭവത്തിൽ ഇഡിയുടെ ഇടപെടൽ ഉണ്ടാകുന്നത്. നേരത്തെ തന്നെ മറ്റ് ഏജൻസികളും ഈ കേസിലേക്ക് എത്തും എന്ന സൂചനകൾ ലഭിച്ചിരുന്നതാണ്. അപ്പോൾ കുറച്ചുകൂടി ഗൗരവം ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്നു ഈ സംഭവങ്ങളിൽ എന്ന് വേണം മനസ്സിലാക്കാൻ. കള്ളപ്പണ ഇടപാടുകൾ ഉണ്ടോ എന്ന സംശയം നേരത്തെ തന്നെ ഉയർന്നതാണ്. അതുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള കാര്യങ്ങളിലാണ് ഇപ്പോൾ ഇഡി കൂടുതൽ പരിശോധനകൾ നടത്തുന്നത്. സംസ്ഥാനത്ത് ഏതാണ്ട് 5 ജില്ലകൾ കേന്ദ്രീകരിച്ച് തെരച്ചിൽ പരിശോധനകൾ നടന്നു എന്നതാണ് മനസ്സിലാകുന്നത്. അതിൽ എറണാകുളം, കോട്ടയം, ആലപ്പുഴ, തൃശൂർ തുടങ്ങിയ ഇടങ്ങളിലായിട്ടാണ് ഈ പരിശോധനകൾ നടക്കുന്നത്. ഈ വാഹന ഇടപാടുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രമുഖരായിട്ടുള്ള വ്യക്തികൾ, വ്യവസായികൾ ഉൾപ്പെടെയുള്ളവരുടെ വീടുകളിൽ ഈ ഏജൻസികൾ, ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏജൻസികൾ, അവരുടെ ഓഫീസുകളിലുമൊക്കെ പരിശോധന നടക്കുന്നു. ഏതാണ്ട് 17 ഇടത്ത് പരിശോധന എന്നതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. കോഴിക്കോട് ജില്ലയിലും ചെന്നൈയിലും റെയ്ഡ് നടക്കുന്നുണ്ട് എന്ന വിവരവുമുണ്ട്. വാഹന ഡീലർമാരുടെ വീടുകളും പരിശോധന നടക്കുന്ന ഇടങ്ങളാണ്. ഫെമ നിയമലംഘനവുമായി ബന്ധപ്പെട്ടാണ് പരിശോധന എന്നതാണ് ഇഡി സൂചിപ്പിക്കുന്നത്. പ്രാഥമിക അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ് ഈ റെയ്ഡ് എന്നത് അവർ സൂചിപ്പിക്കുന്നു. ഇഡി കൊച്ചി യൂണിറ്റിലെ ഉദ്യോഗസ്ഥരാണ് ഈ നടന്മാരുടെ വീടുകളിലെത്തിയത്. ഫെമയുടെ 3, 4, 8 വകുപ്പുകളുടെ ലംഘനം പ്രഥമദൃഷ്ട്യാ കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടികൾ തുടങ്ങിയിരിക്കുന്നത് എന്നതാണ് ഇഡി ഉദ്യോഗസ്ഥർ അറിയിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം, വളരെ ഗൗരവമുള്ള സംഭവമായി ഇത് മാറിയിട്ടുണ്ട്. 200ഓളം വാഹനങ്ങൾ കടത്തിയിട്ടുണ്ട് എന്നതായിരുന്നു ലഭ്യമായ വിവരം. പക്ഷേ തെരച്ചിൽ നടന്നു. ഏതാണ്ട് 36 വാഹനങ്ങൾ മാത്രമാണ് കസ്റ്റംസിന് പിടികൂടാനായത് എന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന വിവരമാണ്. ഇതിൽ ദുൽഖറുമായി ബന്ധപ്പെട്ട് 3 വാഹനങ്ങൾ കസ്റ്റംസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. അതിൽ ഒരു വാഹനം വിട്ടുകിട്ടണം എന്നാവശ്യപ്പെട്ട് ദുൽഖർ കോടതിയെ സമീപിച്ചിരുന്നത് നമ്മൾ കണ്ടതാണ്. കോടതി കഴിഞ്ഞ ദിവസം അതിൽ ഇടപെടുന്നില്ല എന്ന തരത്തിൽ കോടതിയുടെ പരാമർശങ്ങൾ വന്നിരുന്നു. പക്ഷേ അവസാനം കോടതി ഇതിൽ ഒരു തീർപ്പുണ്ടാകണം, ഒരാഴ്ചയ്ക്കകം ഇടപെടൽ നടത്തി എന്താണ് സംഭവം എന്നത് പരിശോധിച്ച് വാഹനം വിട്ടു നൽകാനുള്ള സാധ്യതകൾ പരിശോധിക്കണം എന്നാണ് കോടതി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നൽകിയിരുന്ന നിർദ്ദേശം. ഇതിൽ കസ്റ്റംസ് വളരെ ഗൗരവതരത്തിലുള്ള കാര്യങ്ങളാണ് കോടതിയുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നത്. പ്രാഥമിക ഘട്ടത്തിൽ മാത്രമാണ് പരിശോധനയെന്നും വലിയ തട്ടിപ്പാണ് നടന്നതെന്നും വലിയ സംഘം ഇതിന് പിന്നിലുണ്ട് എന്നതും ഒക്കെയുള്ള കാര്യങ്ങൾ കസ്റ്റംസ് കോടതിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നു. ഈ വാഹന ഉടമകളുടെ പങ്ക് പരിശോധിക്കണം എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ കസ്റ്റംസ് അറിയിച്ചിരുന്നു. ഗൗരവ സ്വഭാവത്തിലുള്ളതാണ് ഈ കേസുകൾ എന്നത് സൂചിപ്പിച്ചിരുന്നു. ഒരു തരത്തിലും ഈ വാഹനം വിട്ടു നൽകാനാകില്ല എന്നതായിരുന്നു കസ്റ്റംസ് ഇന്നലെ കോടതിയിൽ സ്വീകരിച്ചിരുന്ന നിലപാട് എന്നതുകൂടി നമ്മൾ കാണണം. എന്തായാലും ഈ റെയ്ഡ് നടന്ന ഇടങ്ങൾ മമ്മൂട്ടിയുടെ പഴയ വീട്, മമ്മൂട്ടി ഹൗസ് എന്ന് ഇപ്പോൾ അറിയുന്ന പഴയ വീട്ടിൽ റെയ്ഡ് നടന്നിട്ടുണ്ട്. മമ്മൂട്ടിയും ദുൽഖറും താമസിക്കുന്ന പുതിയ വീട്ടിൽ, എറണാകുളത്തെ പുതിയ വീട്ടിൽ, കടവന്ത്രയിലെ പുതിയ വീട്ടിലും റെയ്ഡ് നടക്കുന്നുണ്ട്. പൃഥ്വിരാജിന്റെ വീട്, അമിത് ചക്കാലക്കലിന്റെ കടവന്ത്രയിലെ വീട് തുടങ്ങിയ ഇടങ്ങളിലാണ് പരിശോധനകൾ നടക്കുന്നത്. ആ പരിശോധനകൾ ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു എന്നതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ ഏജൻസികൾ കൂടി എത്തുകയാണ്. ഇതിന്റെ ഗൗരവം വലിയ രീതിയിൽ വർദ്ധിക്കുകയാണ്. ഈ സംഭവങ്ങൾ, ഈ പരിശോധനകൾ നടക്കുമ്പോൾ കൊച്ചിയിലേക്ക് ദുൽഖർ സൽമാൻ എത്തുകയുണ്ടായി. ദുൽഖർ മാധ്യമങ്ങളോടൊന്നും പ്രതികരിച്ചില്ല. ദുൽഖർ ഒന്നും മിണ്ടാതെ വാഹനത്തിൽ കയറി പോവുകയാണ് ചെയ്തത്. ദുൽഖർ സൽമാൻ ഏതെങ്കിലും തരത്തിൽ പ്രതികരിക്കുമെന്ന കരുതി മാധ്യമങ്ങൾ അവിടെ നിന്നിരുന്നു. മാധ്യമങ്ങൾ ദുൽഖറിനോട് കാര്യങ്ങൾ ചോദിക്കാൻ ശ്രമിച്ചിരുന്നു. പക്ഷേ ഒന്നും മിണ്ടാതെയാണ് ദുൽഖർ സൽമാൻ വാഹനത്തിൽ പോയത്. ആ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്.
അപ്പോൾ ദുൽഖർ സൽമാനുമായി ബന്ധപ്പെട്ട് ഈ ആരോപണങ്ങൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായുണ്ട്. കസ്റ്റംസ് ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണങ്ങൾ നടത്തുകയാണ്. രാവിലെ ദുൽഖർ ചെന്നൈയിലെ വീട്ടിലായിരുന്നു. അതിനുശേഷമാണ് ഇവിടെ നെടുമ്പാശ്ശേരിയിലേക്ക് എത്തിയത്. അവിടെ നിന്ന് കടവന്ത്രയിലെ വീട്ടിലേക്ക് പോയിരിക്കുന്നു എന്നതാണ് മനസ്സിലാക്കുന്നത്. താരം ഒന്നും തന്നെ പ്രതികരിച്ചില്ല. സുഹൃത്തുക്കൾക്കൊപ്പം കാറിൽ കയറി പോവുകയായിരുന്നു. ദുൽഖറിൽ നിന്ന് കസ്റ്റംസ് വിവരങ്ങൾ തേടും എന്നതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു പക്ഷേ ദുൽഖർ കസ്റ്റംസ് ഉദ്യോഗസ്ഥർക്ക് മുന്നിലേക്ക് എത്താനുള്ള സാഹചര്യങ്ങൾ ഉണ്ട് എന്നതാണ് കരുതപ്പെടുന്നത്. എന്തായാലും വലിയ ഗൗരവമുള്ള ആരോപണമാണ് ദുൽഖർ സൽമാൻ ഉൾപ്പെടെയുള്ളവർക്കെതിരെ ഉയർന്നിരിക്കുന്നത്. ലാൻഡ് റോവർ ഡിഫൻസ് കാറ് വിട്ടു നൽകണം എന്നതായിരുന്നു ദുൽഖറിന്റെ ആവശ്യം. മറ്റ് 2 വാഹനങ്ങൾ കൂടി ദുൽഖറിൻ്റേത് കസ്റ്റംസ് ഉദ്യോഗസ്ഥരുടെ കസ്റ്റഡിയിലാണുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് ഭൂട്ടാനിൽ നിന്നുള്ള സൈന്യം ഉപേക്ഷിച്ച വാഹനങ്ങൾ അത് നിയമം ലംഘിച്ച് രാജ്യത്തെത്തിക്കുന്നു. അത് ഇവിടുത്തെ നിയമങ്ങളും ചട്ടങ്ങളും ഒക്കെ മറികടന്നുകൊണ്ട് വലിയ തുകയ്ക്ക്, അതായത് വാങ്ങിയ തുകയുടെ 50-60 ഇരട്ടി വിലയ്ക്ക് വിൽക്കുകയാണ്. അതിൽ എല്ലാ നിയമലംഘനങ്ങളും ഉൾപ്പെട്ടിരിക്കുന്നു. ഇതിൽ വലിയ റാക്കറ്റ് ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നു എന്നതാണ് അന്വേഷണ സംഘം പറയുന്നത്. രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ പോലും ഉണ്ട് എന്നത് സൂചിപ്പിക്കുന്നു. ഈ ഇങ്ങനെയൊക്കെ നടന്ന തട്ടിപ്പിന്റെ ഗൗരവം കൂടുതൽ വർദ്ധിപ്പിക്കുന്നതാണ് ഇപ്പോൾ ഇഡി കൂടി ഈ വിഷയത്തിൽ ഇടപെടുന്നു എന്ന് കാണുന്നത്. ഈ സംഘത്തിലെ കോയമ്പത്തൂർ കണ്ണികൾ വളരെ ശക്തരാണ് എന്നതാണ് അന്വേഷണ സംഘം പറയുന്നത്. 1 വർഷം മുമ്പ് തന്നെ ഇവരെക്കുറിച്ച് വിവരങ്ങൾ കസ്റ്റംസിന് ലഭിച്ചിരുന്നു. കേന്ദ്ര ഗതാഗത മന്ത്രാലയത്തിന്റെ രേഖകളിൽ സംശയം തോന്നിയ വാഹന ഉടമകളിലേക്കാണ് ആദ്യം അന്വേഷണം എത്തിയത്. രേഖ കൃത്യമല്ലെന്ന് വ്യക്തമായ വാഹനങ്ങളാണ് പിടിച്ചെടുത്തത്. മോട്ടോർ വാഹന വകുപ്പ്, ATS, പോലീസ് എന്നിവരുടെ സഹകരണത്തോടെയായിരുന്നു ഈ പരിശോധനകൾ ആദ്യഘട്ടത്തിൽ നടന്നത്. അനധികൃത വിദേശ നാണ്യ ഇടപാടുകളും ഹവാല വഴിയുള്ള അതിർത്തി കടന്നുള്ള പണമയക്കലും ഒക്കെ ഇതിൽ ഉൾപ്പെടുന്നു എന്നതാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ കണ്ടിട്ടുള്ളത് പോലെ നികുതി വെട്ടിപ്പ് മാത്രം ഉൾപ്പെട്ടിട്ടുള്ള കേസല്ല ഇത് എന്ന് വരുന്നു. മറ്റ് പല സംശയങ്ങളും ഈ കേസുമായി ബന്ധപ്പെട്ട് ഉയരുന്നുണ്ട്. വാഹന ഉടമകൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പങ്കുണ്ടോ എന്നതാണ് വളരെ ഗൗരവമുള്ള ചോദ്യം. നമ്മളുടെ ആരോപണ നിഴൽ നിൽക്കുന്നത് പ്രധാനപ്പെട്ട താരങ്ങളാണ്. മമ്മൂട്ടിയുടേതുൾപ്പെടെയുള്ള വീടുകളിൽ പരിശോധനകൾ നടക്കുന്നുണ്ട്. ദുൽഖർ സൽമാൻ, പൃഥ്വിരാജ്, അമിത് ചക്കാലക്കൽ തുടങ്ങിയ താരങ്ങൾ സംശയ നിഴലിലേക്ക് വരുന്നു. ഇവർക്ക് ഈ തട്ടിപ്പിന്റെ ഗൗരവം അറിയാമായിരുന്നോ? ഇതൊരു തട്ടിപ്പാണ് എന്നത് അറിയാമായിരുന്നോ? ഇങ്ങനെയുള്ള വാഹനങ്ങളാണ് ഇതെന്ന് അറിയാമായിരുന്നു എന്നതാണ് ഉയരുന്ന പ്രധാനപ്പെട്ട ചോദ്യം. പക്ഷേ ഈ വിഷയത്തിൽ അമിത് ചക്കാലക്കൽ മാത്രമാണ് മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് പ്രതികരണത്തിന് തയ്യാറായിട്ടുള്ളത്. അമിത് ചക്കാലക്കൽ തനിക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾ തള്ളിക്കളയുകയായിരുന്നു. 6 വാഹനങ്ങളല്ല, 1 വാഹനം മാത്രമാണ് തന്റേതിൽ നിന്ന് പിടിച്ചെടുത്തതെന്നും അത് താൻ 15 വർഷമായി ഉപയോഗിക്കുന്നതാണ് തുടങ്ങിയ കാര്യങ്ങളാണ് അമിത് ചക്കാലക്കൽ പറഞ്ഞത്. എന്ത് രേഖകൾ വേണമെങ്കിലും അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാക്കാൻ തനിക്ക് കഴിയുമെന്നും പറയുന്നു. പക്ഷേ ഇന്ന് മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ പോലും ഒരക്ഷരം പ്രതികരിക്കാൻ ദുൽഖർ സൽമാൻ തയ്യാറായിട്ടില്ല എന്ന് നമ്മൾ കാണണം. പക്ഷേ നിയമപരമായി ഇതിനെ നേരിടാനുള്ള ധൈര്യം താരം കാണിച്ചു എന്നതുകൂടി അറിയണം. അവിടെ 3 വാഹനങ്ങൾ പിടിച്ചെടുത്തപ്പോൾ അതിൽ 1 വിട്ടു നൽകണമെന്ന ആവശ്യമാണ് താരം വെച്ചത്. അത് സംശയമുണ്ടാക്കുന്നത്. എന്തായാലും പുറമേക്ക് വന്ന് എന്താണ് സംഭവിക്കുന്നത് അല്ലെങ്കിൽ എന്താണ് ഇതിലുള്ള പ്രതികരണം എന്ന് പറയാൻ ഈ താരങ്ങൾക്ക് ബാധ്യതയുള്ളതാണ്. പക്ഷേ അവർ അതിൽ പ്രതികരിക്കുന്നില്ല എന്നത് വേണം മനസ്സിലാക്കാൻ. മറ്റൊരു തരത്തിൽ ഏതെങ്കിലും തരത്തിൽ അന്വേഷണ സംഘങ്ങളുടെ വേട്ടയാടലാണോ ഇത്? എന്തുകൊണ്ടാണ് ചിലരെ ലക്ഷ്യമിട്ടുള്ള നീക്കം തുടങ്ങിയ സംശയങ്ങളും ഒരു കോണിൽ നിന്ന് ഉയരുന്നുണ്ട്. പക്ഷേ ഏതെങ്കിലും തരത്തിൽ സംശയമുണ്ടായാൽ അന്വേഷണം എന്നത് സാധ്യമായതാണ്. അതിൽ ശക്തമായ അന്വേഷണത്തിലേക്ക് കാര്യങ്ങൾ കടക്കുമ്പോൾ അതിൻ്റെ രേഖകളും എന്താണ് കൈവശമുള്ള തെളിവുകളും എന്നത് ഹാജരാക്കാവുന്നതാണ്. നികുതി വെട്ടിപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണെങ്കിൽ പണമടച്ച് അതിൽ നിന്ന് രക്ഷപ്പെടാവുന്നതാണ്. പക്ഷേ ED ഈ കേസിലേക്ക് വരുമ്പോൾ അതിൻ്റെ മാനങ്ങൾ വലുതാണ്. മണി ലോണ്ടറിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇതിലേക്ക് വരുമ്പോൾ ഗൗരവ സ്വഭാവത്തിലായി ആ കേസ് മാറുന്ന സാഹചര്യവുമുണ്ട്. എന്തായാലും എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ അറിയണം. കസ്റ്റംസിന് മുന്നിലേക്ക് ദുൽഖർ സൽമാൻ എത്തുമോ എന്നതാണ് അടുത്ത മണിക്കൂറുകളിൽ കാത്തിരിക്കുന്നത്. എന്താണ് താരത്തിൻ്റെതുൾപ്പെടെയുള്ള പ്രതികരണം എന്നതറിയണം. ED ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് ഏതെങ്കിലും ഒഫീഷ്യലായിട്ടുള്ള വിശദീകരണങ്ങൾ നേരത്തെ കസ്റ്റംസ് ഉദ്യോഗസ്ഥൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് കാര്യങ്ങൾ വിശദീകരിച്ചതാണ്. അങ്ങനെ ഉണ്ടാകുമോ എന്നതുമൊക്കെ കാത്തിരിക്കുകയാണ്. എന്തായാലും ഏറെ ദുരൂഹതകളും സംശയങ്ങളുമാണ് ഈ ഭൂട്ടാനിൽ നിന്ന് വാഹനങ്ങൾ ഇറക്കുമതി ചെയ്ത് അത് പ്രമുഖരിലേക്ക് എത്തിയതുമായി ബന്ധപ്പെട്ടുള്ള ഈ വിഷയത്തിലുള്ളത്. അതിൽ ഒരുപാട് പേർ കണ്ണികളായിരിക്കുന്നു. വലിയ തട്ടിപ്പാണ് നടന്നിരിക്കുന്നത് എന്നത് വ്യക്തമാകുന്നു.